കൂട്ടുകാരെ, ഇറ്റ്സ് മീ ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ മീനഫഴ എന്നത്തെ വീഡിയോ കേട്ടോ. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാ കറികളും ഉണ്ടായിരുന്നു. ഞാനും അമ്മയും എല്ലാം കൂടാണ് കുക്ക് ചെയ്തത്. അങ്ങനെ ചോറ്, സാമ്പാർ, അവിയൽ, ഇഞ്ചിക്കറി, പയറുമെഴുക്കുവരട്ടി, മോര്, അങ്ങനെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. പപ്പടമൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം ഒരു പാത്രത്തിലോട്ടെല്ലാം മാറ്റി വെക്കാം. പിന്നെ നമ്മളാണ് പൂജിച്ച് വെക്കുന്നത് കേട്ടോ. ചോറും കറികളൊക്കെ നമ്മൾ ഉത്സവത്തിനും ഓണത്തിനൊക്കെ നമ്മളിങ്ങനെ പിതൃക്കന്മാർക്ക് വേണ്ടി നമ്മൾ വെക്കാറുണ്ട് കേട്ടോ, ചോറും കറിയൊക്കെ. അപ്പോൾ അത് ഞാനിങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാ കറികളും അതിൽ വിളമ്പണം കേട്ടോ. നമ്മൾ അതിന് വെച്ചതിന് ശേഷം മാത്രമേ നമ്മളെല്ലാവരും ആഹാരം കഴിക്കാറുള്ളൂ കേട്ടോ. അതിപ്പം എന്ത് വിശേഷം ഉണ്ടെങ്കിലും അങ്ങനെയാണ് കേട്ടോ, നമ്മൾ ചോറ് വെക്കാറുണ്ട്. പിന്നെ അതിനുശേഷം അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയാണ് വന്നത് കേട്ടോ. അപ്പം ചേച്ചിക്കും ചേട്ടനുമാണ് നമ്മൾ ആദ്യം ആഹാരം കൊടുക്കുന്നത്, മക്കൾക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇല ഇട്ടിട്ട് എല്ലാ കറികളും ഞാൻ വിളമ്പി അവർക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കഴിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. നമ്മളങ്ങനെ അധികം ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ നമ്മുടെ ഉത്സവത്തിന്. അവരൊരു വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും ആഹാരം കഴിക്കും കേട്ടോ. കൊച്ചു ചെറുക്കനാണെങ്കിൽ കഴിക്കുന്നുണ്ട്, പക്ഷെ മൂത്ത ആളാണെങ്കിൽ കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാനതെന്താ കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. കഴിക്കുക നല്ല കൂട്ടാനൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാനും കഴിക്കാനിരുന്നു കേട്ടോ. അമ്മയും ഞാനും അനിയത്തിയാണ്. ഞങ്ങൾക്ക് സെർവ് ചെയ്ത് തന്നത് ചേച്ചിയും ചേട്ടനാണ് കേട്ടോ. അവർ രണ്ടുപേരും നമുക്കെല്ലാം വിളമ്പിയൊക്കെ തന്നു. എന്നിട്ട് നമ്മൾ കഴിക്കാൻ കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സൂപ്പറാന്ന് പറയും കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ആഹാരമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബീറ്റ്റൂട്ട് പച്ചടി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കാറുണ്ട്, എല്ലാ വിശേഷ ദിവസങ്ങളും ഞാനാണ് അത് ഉണ്ടാക്കാറ്, പച്ചടിയും കിച്ചടിയൊക്കെ. പിന്നെ എൻ്റെ അമ്മൂമ്മയാണ് കേട്ടോ. അമ്മൂമ്മ ആ കൊച്ചിറക്കനോട് സംസാരിക്കുകയാണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. ഇതായിരുന്നു നമ്മുടെ മീനഫറിന്. ചെറിയൊരു ആഘോഷമായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ബ്രദർ ഇല്ലായിരുന്നു നാട്ടിൽ, പുള്ളി ഇല്ലാത്തതിന് സങ്കടമുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്ക് നമ്മൾ കെട്ടുകാശിയാണ് ഈ ക്ഷേത്ര സുരക്ഷ ഭാഗത്തിന്റെ പരമപവിത്രമായ അങ്കണത്തിൽ അനുവചനീയമായ നിമിഷങ്ങളാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 പേരുകൾ അമ്മയ്ക്കായി പ്രവർത്തിച്ചിരിക്കുന്ന നിദർശനങ്ങളാണ് ഈ 6 പേരുകൾ. സൗന്ദര്യം പൂത്തുമിരികളും ഒക്കെ അലങ്കരിച്ചുകൊണ്ട് ജാമരവും ആലവട്ടവും ഒക്കെ ചാർത്തിക്കൊണ്ട്, നെറ്റിപ്പട്ടം ചാർത്തിക്കൊണ്ട് കാത്തിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ. അവർക്ക് ഈ തിരുവനന്തപുരത്തെ മന്ദിരങ്ങളും അവർക്ക് ആരെയും ഉല്ലസിച്ച് ആ എഴുന്നേൽക്കുന്ന ആളുകളുണ്ട്. രാവിലെ 6 മണിയോട് എഴുന്നേൽപ്പ് നടത്തും. പിന്നെ അല്പസമയം കഴിഞ്ഞാൽ പ്രധാന ആകർഷണ കേന്ദ്രമായ വലിയ കാളകളുടെ വട്ടവടി ഇപ്പോൾ ക്ഷേത്രമറ്റത്ത് നടക്കുകയാണ്. ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ദേവസ്വം സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നു. വെടിപടിപാട് കൗണ്ടർ യുടെ സ്പെഷ്യൽ സർവീസുകൾ ക്ഷേത്രത്തിന്റെ മുകൾപുറത്ത് ഭാഗത്ത് പ്രത്യേകമായി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രം കേൾക്കുക. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഏഴുകുളത്തമ്മയെ സ്വീകരിക്കുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. ഒരു പ്രഥമത്തെ ഉത്സവത്തിന് ഏഴുകുളത്തമ്മ വരും എന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. അമ്മയുടെ ചേട്ടത്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ഏഴുകുളത്തെ ഉത്സവത്തിനും ഒരു പ്രഥമയെ സ്വീകരിക്കുന്നൊരു ചടങ്ങ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ ഞാൻ സത്യം പറഞ്ഞാൽ വിളക്കെടുക്കുന്നവരാണ് പോകുന്നത്. കുടയെടുക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയിട്ടൊരു കുട വാങ്ങിയിട്ട് ഞാൻ പോയി കേട്ടോ. മുകളിലെ ആൽത്തറയിലാണ് കേട്ടോ നമ്മുടെ ഏഴുകുളത്തമ്മ വന്ന് ഈ നമ്മുടെ കെട്ടുരുപ്പടികളുടെ ആഘോഷങ്ങളെല്ലാം അമ്മ വൈകിട്ട് വന്ന് അത് കാണും എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അങ്ങനെ ഞാൻ കുടയും വാങ്ങിയിട്ട് നേരെ, അതായത് ഒരു പ്രഥമ അങ്ങനെ മുകളിൽ ചെന്നിട്ട് കുറച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രഥമ നമ്മുടെ ഏഴുകുളത്തമ്മ സ്വീകരിച്ച് നമ്മൾ
ഭരണിയുടെ എന്താ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് രാത്രിയിലെ കഥകളിയാണ് കേട്ടോ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാരൂപമാണ് കഥകളി. അങ്ങനെ കഥകളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കഥകളി കാണാൻ പോകുന്നത് കേട്ടോ. ഒരു പുറത്തെ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ അധികം നേരം വെളുക്കുന്നതിന് വരെ ഇരുന്നിട്ട് 6 മണി വരെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്ന കഥ നമ്മുടെ കുചേലനും കൃഷ്ണനും തമ്മിലുള്ളൊരു കഥയായിരുന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് കൂട്ടായിട്ട് 2 അമ്മമാരെ കിട്ടിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അമ്മമാരോട് ഇരുന്ന് ആ ഫുള്ള്, അതായത് ഞാൻ ആദ്യമായിട്ടാണ് ആദ്യം മുതൽ അവസാനം വരെ കഥകളി കാണുന്നത്. 6 മണി വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളിരുന്ന് കണ്ടു. പിന്നെ എൻ്റെ കൂടെ ഇരുന്ന അമ്മമാരാണ് എനിക്ക് കുറച്ച് കഥയൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ കഥ, എനിക്ക് കുചേലൻ്റെയും കൃഷ്ണൻ്റെയും കഥ എനിക്ക് അധികം അറിയില്ല. എന്നാൽ പോലും ഞാൻ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. രണ്ടാമത്തെ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടം. ദശയാഗമായിരുന്നു കേട്ടോ. മഹാദേവൻ്റെ സ്റ്റോറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ നോട്ടീസ് കണ്ടപ്പോഴേ ഞാൻ അത് വന്ന് കാണണം, ഫുള്ളായിട്ട് കാണണം, അങ്ങനൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. പിന്നെ ഇത് കുചേലവേഷം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കഥകളി. അപ്പോൾ എല്ലാവരും ഒന്ന് കഥകളിയൊക്കെ ഒന്ന് കാണണം കേട്ടോ. നല്ല ഇതാണ്. ഉറക്കമുളച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെയൊരു ഭാഗ്യമല്ലേ. ഞാനും കൂടെ പ്രായമുള്ള ആളുകളായിരുന്നു കൂടുതലും കേട്ടോ. അവിടെ ഞാൻ യൂത്തിലുള്ള ഒരു മനുഷ്യരെയും ഞാൻ കണ്ടില്ല. എല്ലാം പ്രായമുള്ള ആളുകളായിരുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് കുചേലൻ ഇങ്ങനെ കൃഷ്ണനെ കാണാനായിട്ട് വരുന്നൊരു രംഗമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊരു നല്ലൊരു ഇതായിരുന്നു. പിന്നെ കൃഷ്ണൻ വന്നിട്ട് ഇങ്ങനെ കുചേലനെ കെട്ടിയൊക്കെ പിടിച്ചിട്ട്, അതൊക്കെ എന്ന് വെച്ചാൽ ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ് ആ പറയുന്നത്. അങ്ങനെ നേരെ അവർ സ്റ്റേജിലേക്ക് കയറി ആ ഒരു ഇതൊക്കെ കാണാൻ ആ ഒരു ഇത് കണ്ടോ, ഒരു അഭിനയമൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയുക, നല്ല രസമുണ്ട് കാണാനല്ലേ. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഉറക്കമൊന്നും വന്നില്ല കേട്ടോ. സമയം ഇപ്പോൾ എനിക്കൊന്ന് 1 മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കഥയൊക്കെ കാണാൻ. അങ്ങനെ കൂട്ടുകാരനെ ക്ഷണിച്ച് കൊണ്ടുവരുന്ന ഒരു രംഗമാണത് കേട്ടോ. പിന്നെ അവരുടെ വിശേഷങ്ങളാണ് ബാക്കി മൊത്തം പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ലൈഫിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇന്ന് ഞാൻ ഇടയ്ക്ക് പോയിട്ട് കാപ്പി വാങ്ങിയായിരുന്നു കേട്ടോ അമ്മമാർക്ക് വേണ്ടിയിട്ട്. അപ്പം നോക്കിയപ്പോൾ ഏകദേശം ആളുകളൊക്കെ അവിടെ നിന്ന് പോയി. പിന്നെ തിരിച്ച് വന്ന് ആ ഒരു കഥ അവസാനിക്കാറായെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ദശയാഗം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ദശയാഗത്തിൻ്റെയാണ് ശിവൻ, അതായത് ശിവൻ സതിയുമായിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ അമ്മൂമ്മമാരെ എനിക്ക് കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ കൂടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞു തന്ന്. അങ്ങനെ ദശയാഗത്തിൻ്റെ ലാസ്റ്റ് സീനൊക്കെ ആയി. നമ്മളെ ദശനെ വധിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഭദ്രകാളിയായിട്ട് വന്നവരെ കാണുമ്പോൾ സത്യം എനിക്ക് പേടിയായി. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യത്തേനേക്കാളും എല്ലാവർക്കും ഈ സെക്കൻഡ് ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്ന കൊച്ചു കുട്ടികളുടെ ആക്ടിങ് ആണെങ്കിലും ആ വലിയവരുടെ ആക്ടിങ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. കാരണം ഇത് 6 മണിയായപ്പോൾ ഞാൻ കറക്റ്റ് തീർന്നത്. സത്യം പറഞ്ഞാൽ ഉറക്കം വിളിച്ചിരുന്ന് കണ്ടതിലും ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു എനിക്ക് കേട്ടോ എൻ്റെ ലൈഫിൽ.
അവസാനിച്ച് കേട്ടോ. നല്ല കഥയായിരുന്നു, ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇത് ഫുള്ളായിട്ടൊന്ന് കാണാൻ പറ്റില്ല, 6 മണിയായപ്പോഴത്തേക്ക് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് ഉണ്ട്, നാളെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.